എല്ലാവർക്കും LPG ലൈവിലേക്ക് സ്വാഗതം. +1 കമ്പ്യൂട്ടർ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിന്റെ ചാപ്റ്റർ 9ലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ചാനലിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് 2015 മുതൽ ഇംപ്രൂവ്മെന്റും ഫൈനൽ എക്സാമിന്റെയും അങ്ങനെ ഓൾമോസ്റ്റ് 8 to 9 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ വിത്ത് ആൻസേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്ക് ഈ ചാനലിൽ അവൈലബിൾ ആണ്. നമുക്ക് സ്ട്രേറ്റ് അവേ ഈ ഒരു ചാപ്റ്ററിലേക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിലെ 9th ചാപ്റ്റർ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് വളരെ ചെറിയ ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഇതിലൊരു 3 മാർക്സ് അല്ലെങ്കിൽ മാക്സിമം 5 മാർക്സ് അത്രയും ഉണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വളരെ ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ സംഭവങ്ങൾ അങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്ട്രിംഗ് ഫംഗ്ഷൻ ഗെറ്റ് ചാർ ഇസ് ഡിഫൈൻഡ് ഇൻ വിച്ച് ഹെഡർ ഫയൽ. ഇപ്പോൾ നമുക്ക് ആകെ ഒരു മാക്സിമം 10 to 12 ഫംഗ്ഷൻസ് മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ ഓരോ ഫംഗ്ഷനും ഓരോ ഹെഡർ ഫയൽ ഉണ്ടാവും, അല്ലെങ്കിൽ ചില ഫംഗ്ഷൻസ് ഗ്രൂപ്പായിട്ട് ഒരു ഹെഡർ ഫയൽ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2020 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഹെഡർ ഫയൽ CSTDIO ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പുട്ട് ഫംഗ്ഷൻ ആൻഡ് റൈറ്റ് ഫംഗ്ഷൻ വിത്ത് എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. മാർച്ച് 2020 ചോദിച്ചു, 2019 ചോദിച്ചു, 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്. ഇപ്പോൾ പുട്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ കോൺസ്റ്റന്റിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി, ഡിസ്പ്ലേ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. അപ്പോൾ ആ ആർഗ്യുമെന്റിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് ആ സംഭവത്തിനായിരിക്കും അതുപോലെ തന്നെ അത് പ്രിന്റ് ചെയ്യുക. എക്സാമ്പിൾ നോക്കുക, നമ്മളിപ്പം char CH ഈക്വൽസ് ടു A എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് CHന്റെ വാല്യൂ ചുമ്മാ ഒരു A. cout.put of CH എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം CH A ആയതുകൊണ്ട് പുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ആ A എന്ന് പറയുന്ന ആ സിംഗിൾ ക്യാരക്ടറിനെ നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. രണ്ടാമത് നോക്കുക, റൈറ്റ് ഫംഗ്ഷൻ ആണ്. റൈറ്റ് ഫംഗ്ഷൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുട്ട് ഫംഗ്ഷൻ ഒരു സിംഗിൾ ക്യാരക്ടറിനെയാണ് പ്രിന്റ് ചെയ്യുന്നതെങ്കിൽ റൈറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള സ്ട്രിങ്, ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് വരുമ്പോഴാണ് സ്ട്രിങ് ആവുന്നത്. ആ സ്ട്രിങ്ങിനെ അങ്ങനെ തന്നെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണേ. ഇപ്പോൾ എക്സാമ്പിൾ char str of 10 is equal to hi നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ട്രിങ് ഹായ് and cout.write എന്ന് പറയുന്ന നമ്മുടെ ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മളതിനെ പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ അതിനൊരു പെർട്ടിക്കുലർ ഫോമാറ്റ് ഉണ്ട്, cout.write of str,10 വേർ str എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന അറേയുടെ പേരാണ് str. അതിവിടെ എന്ത് പേരാണ് കൊടുക്കുന്നത് ആ പേരായിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. 10 എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ കൊടുത്തിരിക്കുന്ന സൈസാണ്. അപ്പോൾ str-ൻ്റെ അകത്ത് ഹായ് ഉള്ളതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഹൈ എന്ന് പ്രിന്റ് ചെയ്യും. നെയിം 2 ഇൻപുട്ട് സ്ട്രീം ഫംഗ്ഷൻസ് ഇൻ C++. ഇംപ്രൂവ്മെന്റ് 2019 ചോദിച്ച 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 2 ഇൻപുട്ട് സ്ട്രീം ഫംഗ്ഷൻസിന്റെ പേര് മാത്രം ചോദിച്ചുകൊണ്ട് നമ്മൾ ഗെറ്റും ഗെറ്റ് ലൈൻ എന്ന് പറഞ്ഞ് കൊടുത്തു. നെയിം ദ ക്യാരക്ടർ ഫംഗ്ഷൻ യൂസ് ടു ആക്സെപ്റ്റ് എ സ്ട്രിംഗ് ഇൻക്ലൂഡിങ് വൈറ്റ് സ്പേസ്. ഇംപ്രൂവ്മെന്റ് 2018 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വൈറ്റ് സ്പേസ് വന്നു കഴിഞ്ഞാൽ ആ വൈറ്റ് സ്പേസിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെറ്റസ് ആണ്. ഗെറ്റസ് അഥവാ നമുക്ക് വേണമെങ്കിൽ ഗെറ്റ് സ്ട്രിംഗ് എന്ന് പറയാം. ഇപ്പം 2018 ഇംപ്രൂവ്മെന്റിൽ തന്നെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഒരു കോഡ് സെഗ്മെന്റ് തന്നിട്ടുണ്ട്, char നെയിം ഓഫ് 20. എന്നിട്ട് നമ്മൾ C എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഇൻപുട്ട് ചെയ്ത് നെയിമിലേക്ക്, എന്നിട്ട് ആ cout വെച്ചിട്ട് നമ്മൾ അതിനെ പ്രിന്റ് ചെയ്തു. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഇഫ് യു ഇൻപുട്ട് ദ സ്ട്രിംഗ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്രീൻ കഴിഞ്ഞൊരു സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്നാണെങ്കിലും സ്ട്രിംഗ് ആണ്, പക്ഷെ അത് കഴിഞ്ഞൊരു സ്പേസ് ഉണ്ട്. ഈ സീനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീന് സ്പേസ് എന്ന് പറഞ്ഞാൽ വൈറ്റ് സ്പേസ് വന്നു കഴിഞ്ഞാൽ സീൻ അതിനെ ഒരു ഡീലിമിറ്റർ ആയിട്ട് കണക്കാക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ സ്ട്രിങ് അവിടെ തീർന്നെന്ന് സീൻ വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഔട്ട്പുട്ട് ഗ്രീൻ ആയിരിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സീൻ യൂസ് ചെയ്യുമ്പോൾ സ്പേസ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ സ്ട്രിങ് അവിടെ തീർന്നെന്നാണ് കണക്കാക്കുക. അപ്പോൾ അതൊരു സെപ്പറേറ്റർ ആയി. അപ്പോൾ അതുകൊണ്ട് ഗ്രീൻ മാത്രമായിരിക്കും ഈ കേസിൽ പ്രിന്റ് ചെയ്യുക. അതായത് റീഡ് ചെയ്യണത് ഗ്രീൻ മാത്രം, അപ്പോൾ അതുകൊണ്ട് ഔട്ട്പുട്ട് ഗ്രീൻ തന്നെയായിരിക്കും. വാട്ട് ഇസ് ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ഗെറ്റസ് ഫംഗ്ഷൻ ഇൻ C++ പ്രോഗ്രാം ടു ഇൻപുട്ട് സ്ട്രിംഗ് ഡാറ്റ, എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. മാർച്ച് 2017 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഗെറ്റസ് ഫംഗ്ഷൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തൊട്ട് നേരത്തെ കണ്ട എക്സാമ്പിൾ നിങ്ങൾക്ക് കണ്ടു, വൈറ്റ് സ്പേസ് വന്നപ്പോഴത്തേക്കും അതിനെ റീഡ് ചെയ്തില്ല, ആ വൈറ്റ് സ്പേസ് വരെയുള്ള സ്ട്രിങ്ങിനെ റീഡ് ചെയ്തോളൂ. അതേസമയം ഗെറ്റസ് എന്ന് പറയുന്ന ഇൻപുട്ട് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വൈറ്റ് സ്പേസിനെയും കൂടി അത് റീഡ് ചെയ്തെടുത്തോളും. അപ്പോൾ അതുകൊണ്ട് സ്ട്രിങ്ങിലുള്ള വൈറ്റ് സ്പേസിനെയും കൂടി കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അത് തന്നെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജും. നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ ഒന്ന് നോക്കാം.
നമ്മൾ നോക്കുക ഒരു ചെറിയൊരു കോഡാണ് ഗെറ്റസ് ഓഫ് നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് ആ നെയിമിലേക്ക് പോയി വീഴുന്നു. അതിപ്പോൾ ഈവൻ വൈറ്റ് സ്പേസ് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, ഔട്ട്പുട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ വൈറ്റ് സ്പേസ് അടക്കമായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പം ഹലോ സ്പേസ് മാൻ എന്ന് പറയുന്ന സ്ട്രിങ് ആണ് നമ്മൾ യൂസ് ചെയ്തതെന്ന് വിചാരിക്കുക. പക്ഷെ ആ ഔട്ട്പുട്ട് നമുക്ക് ഹലോ സ്പേസ് മാൻ എന്ന് തന്നെ കിട്ടും. പക്ഷെ നമ്മൾ സീനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഹലോ എന്ന് മാത്രമായിരിക്കും. കാരണം സീൻ സ്പേസ് വന്നു കഴിഞ്ഞാൽ അവിടം വരെ റീഡ് ചെയ്യുള്ളൂ. 2016 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓൾമോസ്റ്റ് ഇതേപോലത്തെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് കംപ്ലീറ്റ് നമുക്ക് ഇതിൽ റിപ്പീറ്റ് ചെയ്ത്. ഗെറ്റസ് യൂസ് ചെയ്യുമ്പോഴും സീൻ യൂസ് ചെയ്യുന്ന തമ്മിലുള്ള വ്യത്യാസം അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മിക്കവാറും ഈ ചാപ്റ്ററിൽ മാർക്ക് നമുക്ക് കിട്ടും. ക്യാർ വേർഡ് ഓഫ് 20 സീൻ വേർഡ്. നമ്മൾ വേർഡ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് വാല്യൂ ഇൻപുട്ട് ചെയ്തു, പക്ഷേ അതിനുവേണ്ടി നമ്മൾ സീനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സി ഔട്ട് വെച്ചിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്തു. സെയിം തിങ് തന്നെ ഗെറ്റസ് വെച്ചിട്ടും ചെയ്യുന്നുണ്ട്, പുട്ടസ് വെച്ചിട്ട് അത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹാപ്പി ന്യൂ ഇയർ ആണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ പ്രിഡിക്റ്റ് യുവർ ഔട്ട്പുട്ട് ആൻഡ് ജസ്റ്റിഫൈ എന്നാണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഹാപ്പി ന്യൂ ഇയർ ഇൻപുട്ട് ചെയ്യുമ്പോഴത്തേക്ക് സീനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഇവിടെ വൈറ്റ് സ്പേസ് ഉള്ളതുകൊണ്ട് ഹാപ്പി വരെ റീഡ് ചെയ്യുള്ളൂ. അപ്പോൾ പ്രിന്റ് ചെയ്യണത് ഹാപ്പി എന്ന് മാത്രമായിരിക്കും. അതേസമയം രണ്ടാമത്തെ കേസിൽ ഗെറ്റസ് ഓഫ് വേർഡ് ആകുമ്പോഴത്തേക്കും ഈ ഫുൾ സ്ട്രിങ്ങിനെ റീഡ് ചെയ്യും. അപ്പോൾ ഇൻപുട്ട് ആവുന്നത് ഹാപ്പി ന്യൂ ഇയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് ചെയ്യുമ്പോഴത്തേക്കും ഹാപ്പി ന്യൂ ഇയർ എന്ന് പ്രിന്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിനാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. Write the declaration statement for a variable name in C++ to store a string of maximum length 30. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ആദ്യം നോക്കാം. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 30 വരെ ലെങ്ത് ഉള്ള ഒരു സ്ട്രിങ് ഇൻപുട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കണേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സ്ട്രിങ്ങിന് ഒരു പ്രത്യേകത ഉണ്ട്. സ്ട്രിങ്ങിൻ്റെ ഏറ്റവും ലാസ്റ്റ് ക്യാരക്ടർ ഒരു /0 ആയിരിക്കും. സ്ട്രിങ്ങിനെ അങ്ങനെയാണ് നമ്മൾ ഡീലിമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് 30 ലെങ്ത് ഉള്ള സ്ട്രിങ്ങിന് ഇൻപുട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് /0 കൂടി ഒരു സ്ഥലം വേണം. അതുകൊണ്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ക്യാർ നെയിം ഓഫ് 31 എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കൊടുക്കണം. ഒന്നും കൂടി ഞാൻ പറയുകയാണ്. 30 ലെങ്ത് ആണെങ്കിൽ 30 ലെങ്ത്തിനുള്ള സൈസ് 30. ഏറ്റവും ലാസ്റ്റ് ഒരു /0 ഉണ്ടാവും, അതിന് വേണ്ടി ഒരു 1, അങ്ങനെ 31. വീണ്ടും നമ്മുടെ ഗെറ്റസിൻ്റെ കാര്യത്തിൽ ഒരു ക്വസ്റ്റ്യൻ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്റ്റേറ്റ്മെന്റ് സീൻ ഇൻപുട്ട് ഓപ്പറേറ്റർ നെയിം ആൻഡ് ഗെറ്റസ് നെയിം ഫോർ ദ റീഡിംഗ് ഡാറ്റ ടു ദ വേരിയബിൾ നെയിം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ആൻസർ തന്നെയാണ്. സീന് യൂസ് ചെയ്യുമ്പോഴത്തേക്കും വൈറ്റ് സ്പേസ് ഉണ്ടെങ്കിൽ അതൊരു സെപ്പറേറ്റർ ആണ്. അപ്പോൾ വൈറ്റ് സ്പേസ് വരെയുള്ള സ്ട്രിങ്ങിനെ റീഡ് ചെയ്യുള്ളൂ. ഗെറ്റസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വൈറ്റ് സ്പേസ് അടക്കമുള്ള സ്ട്രിങ്ങിനെ മൊത്തത്തിൽ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് റീഡ് ചെയ്തത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സെയിം ക്വസ്റ്റ്യൻ വേറൊരു ഫോർമാറ്റിൽ ചോദിച്ചേക്കുന്നതാണ്. അതായത് സീൻ യൂസ് ചെയ്ത് ഒരു സ്ട്രിങ് നമ്മൾ റീഡ് ചെയ്തു, എന്നിട്ട് അത് പ്രിന്റ് ചെയ്തു. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഗുഡ് മോർണിംഗ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്പേസ് ഉണ്ട്, പക്ഷെ നമുക്ക് ഔട്ട്പുട്ട് ഗുഡ് എന്ന് മാത്രമേ കിട്ടുന്നുള്ളൂ. എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് സീനിന് വൈറ്റ് സ്പേസ് വന്നു കഴിഞ്ഞാൽ സെപ്പറേറ്റർ ആയിട്ട് കണക്കാക്കും, അല്ലെങ്കിൽ ബ്ലാങ്ക് സ്പേസ് വന്നു കഴിഞ്ഞാൽ അത് സ്ട്രിങ് അവിടെ അവസാനിച്ചു എന്നാണ് അത് കണക്കാക്കുക. അപ്പോൾ അതുകൊണ്ട് ഗുഡ് എന്ന് വരെ പ്രിന്റ് ചെയ്യുള്ളൂ. അപ്പോൾ എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ചെയ്യണത് നമുക്ക് പറഞ്ഞു ഗെറ്റസ് യൂസ് ചെയ്യണമെങ്കിൽ വൈറ്റ് സ്പേസ് കൂടി റീഡ് ചെയ്തോളും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ ഇതൊരു വളരെ ചെറിയ ചാപ്റ്റർ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ കൂടുതലും ഗെറ്റസും സീനും തമ്മിലുള്ള വ്യത്യാസവും അതല്ല എന്നാണെങ്കിൽ നമുക്കിതിലൊരു ഞാൻ പറഞ്ഞു മാക്സിമം 8 ഫങ്ഷൻസോ 10 ഫങ്ഷൻസോ ആണ് ഉള്ളത്. ആ ഫങ്ഷൻസ് എന്താണ്, അതായത് പുട്ട്, ഗെറ്റ്, റൈറ്റ്, ഗെറ്റ് ലൈൻ ഇങ്ങനെയുള്ള ഫങ്ഷൻസ് എന്താണ്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഗെറ്റസും സീനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. സംഭവം റെഡി. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് സീരീസിലെ 9 ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ചാപ്റ്ററായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.